ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ്. നേപ്പാളിൽ ജുംല എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ, ഞാനിവിടെ വില്ലേജിലെ ലോക്കൽ ആൾക്കാരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. സോ മോർണിംഗ് ആയിട്ടുണ്ട്. മോർണിംഗ് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരമ്മ ജോലിക്ക് പോയി, അച്ഛനും ജോലിക്ക് പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. ചോറും പിന്നെ സബ്ജി പൊട്ടറ്റോ ഒക്കെ ആയിട്ട് ഒരു കറി, പിന്നെ ഇല, പിന്നെ എഗ്ഗ്. ഇത്രയാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ രാവിലെ. എനിക്ക് കുറേ റൈസ് ഇട്ടായിരുന്നു. ആ റൈസൊക്കെ എടുത്ത് ഞാൻ മാറ്റി. ഇത്രയും കഴിക്കില്ലെന്നുണ്ട്. അവർ പറയുന്നത് ഞാൻ ഭയങ്കര കുറച്ച് കഴിക്കുന്നത്. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇത്ര അധികം കഴിച്ചു തുടങ്ങി. ഇത്രയൊന്നും കഴിക്കൂലായിരുന്നു ഞാൻ. ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞാനിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇവനെന്നെ കുറച്ചേരം കൊണ്ടാക്കാന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ ബ്രദർ പുറത്തേക്ക് പോയി, അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി ഞാൻ ഉറങ്ങുന്ന സമയത്താണ് നേരത്തെ പോയി. എനിക്ക് വന്ന് ബായ് പറഞ്ഞിട്ടാണ് പോയത്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ വെയിലുണ്ട്, പക്ഷെ നല്ല തണുത്ത കാറ്റും തണുപ്പാണ്. അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ പോകാനുള്ള വഴി നോക്കണം. അടുത്ത വില്ലേജിലേക്ക് പോവാണ്. ജുംലയിൽ പേരൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ വേറെ വില്ലേജിലേക്ക് മൂവ് ചെയ്യാണ്. സോ വണ്ടി കിട്ടുമോ, നടന്ന് പോകേണ്ടി വരുമോ ഒന്നും അറിയില്ല. ലിഫ്റ്റ് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഇവിടെ ലിമിറ്റഡ് വണ്ടികളാണ് പോകുള്ളൂ. ചിലപ്പോൾ ഒരു 3-4 വണ്ടി മാത്രമേ പോകുള്ളൂ ഒരു ദിവസത്തിൽ. അപ്പോൾ പിന്നെ അത് ഷെയർ ടാക്സി പോലെ അങ്ങനെ പോകേണ്ടി വരും. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. നോക്കി നോക്കാം. രാജൻ എന്നെ ഇവിടെ കൊടന്നാക്കി. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു, വണ്ടിയൊന്നും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് പോയിക്കോളാൻ. അങ്ങനെ അവൻ പോയി. ഞാൻ ഇപ്പം നടക്കുവാണേ. എനിക്കറിയില്ല നടന്ന് എവിടെ എത്തുമെന്ന്. വണ്ടികൾ വളരെ കുറവാണ്. വല്ലപ്പോഴും ഒരു വണ്ടി വരുള്ളൂ, അതും വേറെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ എന്തായാലും ഇതുവഴി പറ്റുന്നത്ര നടക്കാമെന്ന് വിചാരിച്ചിട്ടാണല്ലേ. ഒരു ഓപ്ഷനില്ല. നല്ല തണുത്ത കാറ്റ്. ഇന്നും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്പ്രിങ് സീസൺ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നോക്ക്, ആപ്പിളൊക്കെയാണ് കാണുന്നത്. ഇവിടെ കൂടുതലും ഈ ആട്ട ഗഹു എന്ന് അന്നല്ല അവൻ പറഞ്ഞത്. അത് ഞാൻ പിന്നെയാണ് ആലോചിച്ചത്. ഗഹു എന്ന് പറഞ്ഞാൽ മറ്റേ ആട്ട തന്നെയാണ്. അതങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയതാ. പക്ഷെ രണ്ടും ടെക്സ്ചർ ആയതുകൊണ്ട് വേറെ പോലെ തോന്നി. എനിക്കിതാ ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബൈക്കിലാണ് കിട്ടിയിട്ടുള്ളത്. കുറേ നേരം നടന്നു. ഒരു 2 കിലോമീറ്ററാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ 2 കിലോമീറ്റർ നടക്കുവാണെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ അതുകൊണ്ട് 2 കിലോമീറ്റർ ആണെങ്കിൽ പോലും ഇവിടെ വലുതാണ്. വല്ലപ്പോഴാണ് ഒരു വണ്ടി വരുന്നു. ആകെ കോഴി വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതിൽ ഓൾറെഡി 3-4 ആൾക്കാർ കോഴി വണ്ടിയിലുണ്ട്. എന്നിട്ടാണ് ആ കോഴി വണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലമില്ല കേട്ടോ. റോഡാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇനി റോഡൊന്നും ഉണ്ടാവില്ല. അതാണ് ടാസ്ക്. പിന്നെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വില്ലേജ് അവിടെ എത്തുമെന്നില്ല എനിക്കറിയില്ല. കാരണം അങ്ങോട്ട് നടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. ഗൂഗിൾ മാപ്പിൽ പോലും കറക്റ്റായിട്ട് ആ ഒരു സ്ഥലം കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കി ഇവിടുത്തെ സ്ഥലം. ഇവിടെ ഇങ്ങനെ മല ഇതെല്ലാം കണ്ടിട്ട് പോകാൻ ഭയങ്കര അടിപൊളിയാണ്. ഈ ഒരു പുള്ളിക്കാരൻ്റെ വീട് ഇതേ അവിടെയാണ് കേട്ടോ. ആള് ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ, ഈ ബ്രിഡ്ജിലൂടെ പോകുന്നത്. ആ ബ്രിഡ്ജ് ബൈക്ക് സെ റൈഡ് കരേഗാ. ഓ ഡർ നഹീ ലഗ്താ ഹൈ. എനിക്കത് കേട്ടിട്ട് തന്നെ പേടിയാവാണ് കേട്ടോ. നോക്ക്, ഇത്രയും വലിയൊരു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ, റോഡൊന്നുമില്ല. അപ്പോൾ ആൾ അതുവഴി അങ്ങനെ പോകുന്നത്. ഒടുക്കത്തെ കാറ്റാണ് കേട്ടോ. ഭയങ്കര കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കത്തെ കാറ്റാണ് കേട്ടോ. ആളെങ്ങനെയാണ് അതുവഴി പോകുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. നോക്ക് കേട്ടോ, അതേ കേട്ടോ. ബ്രിഡ്ജിലൂടെയാണ് ആൾ ബൈക്ക്. എൻ്റെ അപ്പോൾ ഈ കാറ്റിൽ ഞാൻ പറന്നു പോകുന്നു. അത്രക്കും കാറ്റാണ്. എന്താണ് ഇത്ര കാറ്റ് എന്ന് എനിക്കറിയില്ല. ഭയങ്കര കാറ്റ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ സ്ഥലം നോക്കി. അങ്ങോട്ട് കണ്ടോ, അങ്ങോട്ട് കുറച്ച് മറ്റേ ഇതായിട്ടുള്ള സ്ഥലമൊക്കെ കാണുന്നുണ്ട്. മഞ്ഞ് മൂടി കിടക്കുന്നത് നോക്കി. അവിടെ ആ മൗണ്ടെയ്ൻസിലെല്ലാം മഞ്ഞ് മൂടി കിടക്കുന്നത് കാണുന്നത്. ആ ഒരു ബ്രിഡ്ജിൽ നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ ബ്രിഡ്ജിൽ നടക്കാൻ തന്നെ എനിക്ക് പേടിയായിട്ട് ആളവിടെ ബൈക്ക് നിർത്തിയിട്ട് ഇങ്ങോട്ട് നടന്നു വരികയാണ് എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്. ആൾ ബൈക്കിൽ പോകാൻ തന്നെ പേടിയില്ല, എനിക്ക് നടന്നു പോകാൻ തന്നെ പേടിയാണ് കേട്ടോ. ഇതാണ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിലൂടെയാണ് പോകുന്നത്. അങ്ങോട്ടൊന്നും ബൈക്ക് മാത്രമേ ഉള്ളൂ, കാറൊന്നുമില്ല. ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഞാൻ ആളുടെ കൈയെല്ലാം പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് പേടിയായിട്ട്. ഇവിടെ ഒടുക്കത്തെ കാറ്റാണ്, പക്ഷെ ഭയങ്കര രസമാണ്. നോക്ക് എന്ത് ബ്യൂട്ടിഫുള്ളാ. നോക്ക് ഭയങ്കര രസമുണ്ട്. आपको डर नहीं लगता है ना बाइक से? कैसा गया? बाइक चला के गया. ഓ ബൈക്കിൽ ഇതുവഴി പോകുന്ന ടാസ്ക്. നടക്കുന്ന പിന്നെയും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നടക്കാൻ അല്ലാണ്ട് ബൈക്കിൽ എങ്ങനെ പോയി അത് കയറ്റം പോലെ അങ്ങനെ സമ്മതിക്കണം. ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ തന്നെ ജനിച്ച് വളർന്നിട്ട് അവർക്ക് അത് ഓക്കെ ആയി.
ഈ പുള്ളിക്കാരൻ കുറച്ചും കൂടെ അപ്പുറം കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 3 കിലോമീറ്ററും കൂടെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇവിടുത്തെ വീടുകൾ നോക്ക്, അവിടെ ഉണ്ടോ ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന നോക്കി, ഈ വറകുകൾ, കുറേ വറകുകൾ ഇങ്ങനെ നിരനിരാന്ന് സ്റ്റോർ ചെയ്തൊക്കെ. ഞാൻ ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ മതിൽ പോലെ എനിക്ക് തോന്നി. നോക്കിയപ്പോൾ അത് മതിലല്ല, കാരണം ഇവിടെ സൈഡിലും മതിലുണ്ട്. ഈ കാണുന്നത് കല്ലിൻ്റെ മതിൽ. അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ വറക് കൂട്ടി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. 200 രൂപ കൊടുത്തിട്ട് ഞാൻ ഷെയർ ടാക്സിയിൽ പോകാൻ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ ഷെയർ ടാക്സി എടുത്തിട്ട് പോകുന്നത്. ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ആൾക്കാർ ഓൾറെഡി ഇതുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ വീണ്ടും വേറെ വണ്ടി എടുത്തിട്ട് വേണം പോകാൻ. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ, ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഫ്രണ്ടിൽ തന്നെ 3-4 ആൾക്കാരാണ്, 4-5 ആൾക്കാരാണ് കേട്ടോ ഉള്ളത്. 1 2 3 4 5 ആൾക്കാർ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് രാരാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകണമെന്ന് തോന്നുന്നു. അവിടുന്ന് പിന്നെ വീണ്ടും വേറെ വണ്ടിയൊക്കെ എടുത്തിട്ട് വേണം പോകാൻ. ഞാനിത് ഏതോ ഒരു സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ജുംലാക്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി വണ്ടിയിലാണ് വന്നത്. ആ വണ്ടിയിൽ ആൾക്കാർ ജുംലാക്കോട്ടിലേക്ക് പോകുന്നുണ്ട്. നടന്നും പോകാൻ പറ്റും, വണ്ടിയിലും പോകാൻ പറ്റും. അപ്പോൾ ഞാൻ വണ്ടിയിലാണ് പോകുന്നത്. കാരണം നടന്നു പോകണമെങ്കിൽ കുറേ ദൂരം പോകണം, കുറേ ടൈം എടുക്കും. 6 മണിക്കൂർ എന്തോ എടുക്കുമെന്നാണ് പറഞ്ഞ്. പിന്നെ ഭയങ്കര കുത്തണ കയറ്റം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പം തന്നെ പെട്ടെന്ന് ഇരുട്ടായ പോലെ. ഇപ്പോൾ സമയം ഒരു 2 മണി ആയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര ഡാർക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി വരികയാണെങ്കിൽ വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ കാണുന്ന കട കണ്ടോ, ഇവിടുന്ന് ഞാനുണ്ടല്ലോ ഈ ഒരു സാധനം ഞാൻ മേടിച്ചേക്കാം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നൂഡിൽസ് നമ്മൾ കഴിക്കില്ലായിരുന്നു. നൂഡിൽസ് ബൈ ചിക്കൻ ഫ്ലേവർ എന്ന് പറഞ്ഞതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ അടിച്ചിട്ട് ഞാനിത് മേടിച്ചതാണ്. ജസ്റ്റ് 5 രൂപയാണ് ഇതിലുള്ളൂ. ഞാനിത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. വിശക്കുന്നുണ്ട്. ഇവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടോ, വണ്ടി വരാൻ സമയം എടുക്കും. അപ്പോൾ ഇവിടെ കാത്തു നിൽക്കാണ്ട്. ഇതന്നെ ചെറിയൊരു ഗ്രാമത്തിൽ ചെറിയൊരു ടൗണാണ് കേട്ടോ കാണുന്നത്. ഇവിടെ നോക്കി എല്ലാവരും തൊപ്പിയെല്ലാം ഇട്ടിട്ട് കാത്തു നിൽക്കാൻ തോന്നുന്നു അങ്ങോട്ട് പോകാനായിട്ട്. ഇതിൽ കുറേ പേര് പോകാനുണ്ട്, അല്ലാത്തവരും ഇവിടെ ഉള്ളവരൊക്കെയാണ് കേട്ടോ സംസാരിച്ചൊക്കെ ഇരിക്കുന്നതാണ് കാണുന്നത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വിശക്കുമ്പോൾ ഞാനിതേ ഹോർലിക്സ് ആണ് കേട്ടോ മേടിക്കുന്നത്. ഇതിൽ 5 എന്ന് എഴുതിയേക്കുന്നത്. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് മേടിച്ചത് 10 അവർ പറയും ഇത് പഴയ പാക്കറ്റാണ്, പൈസ കൂടിയെന്ന്. അങ്ങനെ ഒരിക്കലും വരൂലല്ല. എന്നെ കണ്ടുകൊണ്ട് മാത്രമാണ് കേട്ടോ അവർ 5 രൂപ കൂട്ടി പറഞ്ഞ്. പിന്നെ 10 രൂപ എന്ന് പറയുമ്പോൾ 5 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ നാട്ടിൽ. എനിക്ക് ഒടുക്കത്തെ വിശപ്പ്. അപ്പം ഞാനിത് അവിടെ ഒരു ചൗമീൻ കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ജുംലാക്കോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹായ്, ജുംലാക്കോട്ടിലേക്ക് ഒരുമിച്ച് ബസ്സിൽ പോകാമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ കഴിക്കാൻ പോകുമ്പോൾ അവരും കഴിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. സോ അവർ ജുംലാക്കോട്ടിൽ പോവും. അപ്പോൾ ആ സെയിം വണ്ടി എത്ര ടൈമിൽ വരും എന്ന് പറഞ്ഞ് അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് വിശക്കുന്നുണ്ടാവുകൊണ്ട് ഞാൻ ചൗമീൻ കഴിക്കാറും കയറിയത്. ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളാണ്. ഇവിടെ ചൗമീനെല്ലാം വന്ന് അപ്പോഴേക്കും അവരും റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് വേണം പോകാൻ. അവിടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ച് ഓടി വന്നത് ഈ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. അവിടെ ഫുഡിന് 60 ആയത് ഒരു ചൗമീൻ കേട്ടോ. ഇനി ഇവിടുന്ന് എത്ര രൂപ ആവും എന്നറിയില്ല വണ്ടിയിൽ പോകാനായിട്ട്. വണ്ടി ഇങ്ങനെ വല്ലപ്പോഴും ഒരു വണ്ടിയല്ലേ ഉള്ളൂ. ഇങ്ങനെ വേണം, ആടും കോഴി എല്ലാം ആയിട്ട് വേണം പോവാൻ. ഇതിന്റെ മുകളിൽ കേറി ഇരുന്നിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാരും കൂടെ ഇരിക്കുന്നു. കോഴിയുണ്ട്, ആടുണ്ട്. ആടൊക്കെ മടിയിലെല്ലാം ഇരുത്തിട്ടാ പോകുന്നത്. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ എത്തുന്നാണ് പറയണത്. ഇവിടെ ഒരു വഴിയുണ്ട്, ഇത് വഴി അങ്ങനെ പോണ്ടത്. എത്തും പറയാ എന്താ ഇവിടെ തണുപ്പ് കൂടിട്ടോ. ഭയങ്കര തണുപ്പ് എനിക്ക് തോന്നാ. ഭയങ്കര രീതിയിൽ തണുക്കുന്നു. കാറ്റടിക്കുമ്പോ ഭയങ്കര തണുക്കാ. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇവര് പറയുന്ന എന്റെ അടുത്ത് എൻജോയ് ചെയ്യാനാണ്. വഴിയൊക്കെ നോക്കി എനിക്ക് അറിയാൻ പോലില്ല. വഴി സത്യം പറഞ്ഞാൽ കാണുന്നില്ല. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റുന്നുള്ളൂ. അറിയത്തില്ല. സീനായിട്ടുള്ള വഴി ഞാനായിട്ട് തെരഞ്ഞെടുത്ത വഴിയാണ് കേട്ടോ. അപ്പൊ പിന്നെ എനിക്ക് ആരും ബ്ലെയിം ചെയ്യാൻ പറ്റൂല. ഞാനാണ് ആരും പോവാത്ത വില്ലേജിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്, ഇതുവരെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നോണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ഇഷ്ടംപോലെ വില്ലേജസ് ഉണ്ട്, നോർമൽ വില്ലേജസ് എല്ലാവരും പോകുന്നത്. അത് പോരാഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലത്തെ വഴിയിലൂടെ എല്ലാം പോകുന്നത്. കയറ്റമാണ് കേട്ടോ, എക്സ്ട്രീം കയറ്റം. മുകളിലേക്ക് ഓഫ് റോഡായിട്ട് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സീനൊന്നും ഉണ്ടാവില്ലായിരിക്കും. അവിടെ എത്തും സേഫായിട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും ആൾക്കാരില്ലേ, ഇവരൊക്കെ എപ്പോഴും പോണതായിരിക്കൂലേ. പോകുന്ന വഴി കണ്ട ഒരു മനുഷ്യന്റെ കിളി പോട്ടോ. അതുപോലത്തെ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. പേടിച്ചിട്ട് ഞാൻ പേടിച്ചാ പോകുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാ. നോക്ക്, ഫുള്ള് ലാൻഡ് സ്ലൈഡ് ഒക്കെയാണ്. അയ്യോ, അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഞാൻ തന്നെ ഡേഞ്ചറസ് വഴി ചൂസ് ചെയ്തത്. ഈ വില്ലേജിലേക്ക് പോയിട്ട് നാളെ ഞാൻ തിരിച്ച് വേറെ വില്ലേജിൽ പോവാം. ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വില്ലേജ് പിടിക്കണ്ട. നോക്കി
ഭയങ്കര റിസ്കി ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ പോകുന്നത് കണ്ട. ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പോവും. ആൾക്കാർ നടന്നു വരെ പോകുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ചിലപ്പോൾ ഒരു 20 കിലോമീറ്ററൊക്കെ ഒരു ദിവസം നടക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ തന്നെ പോകുന്നുണ്ടാവും. ഇവർക്ക് വലിയ സന്തോഷം. എൻ്റെ അടുത്ത് ഇവര് വീഡിയോ എടുക്കാനെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. डॉक्टर लंबा दाढ़ी पाला वाला आदमी है അതിന്റെ മുകളിൽ എവിടൊക്കെ ആൾക്കാർ കയറി ഇരിക്കുന്നറിയോ. പോകുന്ന വഴി കണ്ട, ഇതുവഴി കൂടെ പോകുന്നത്. ആൾക്കാർ നടന്നു. പേടിയാവുന്നുണ്ട് കേട്ടോ. വണ്ടിയൊക്കെ ഇങ്ങനെ നിക്കുക. ഇവരൊക്കെ ചിരിക്കുവാണ്, ഞാൻ കരയുവാണ്. സത്യമായിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. അതിനിടയിൽ മഴയും പെയ്യുന്നുണ്ട് കേട്ടാ. എന്ത് ചെയ്യും? ഞാനിപ്പോ സ്റ്റക്കായ അവസ്ഥ. അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇപ്പൊ പകുതി വേലെത്തി. തിരിച്ച് അങ്ങോട്ട് പോകണമെങ്കിലും മഴയത്ത് ഞാൻ എന്ത് ചെയ്യും? അങ്ങോട്ട് പോകണമെങ്കിലും സീന്. ഞാൻ നാളെ തിരിച്ചെങ്ങനെ വരും? डर लगता है? कोई प्रॉब्लम नहीं है ना? नहीं रिलैक्स कूल डाउन. ഓക്കെ, കൂളായിട്ടിരിക്കാനൊക്കെയാണ് പറയുന്നവര്. മഴയും പെയ്യുന്ന വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. വണ്ടി പോകുന്നിട്ട് ശരിക്കും പേടിയാവുന്നുണ്ട്. വഴി ഭയങ്കര സീനാണ് കേട്ടോ. ഇങ്ങനത്തെ ഇതൊക്കെ കാണാൻ പോലും പറ്റില്ല. അങ്ങനത്തെ വഴി കൂടെ പോകുന്നു. ഇവർക്ക് ശീലായി. റോട്ടിൽ കൂടെ ഒക്കെയാണ് പോണ. എൻ്റെ അമ്മോ, ഞാൻ ചാവാറായി. എനിക്ക് പേടി. അവിടെ നോക്കി വഴി. जीवन देखा मेरे को मत देखाना मुकंडा वाला आदमी है वो. ഫൈനലി ഞാനിതാ ജുംല കോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാർ വീട്ടിലേക്ക് വരാൻ പറയാണ് കേട്ടോ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല. ബൈ ബൈ. क्या अभी जा रहे हैं ना? व्हाट्सएप नंबर ले लो. बाय बाय बाय. लव यू. बाय. എല്ലാവരും എൻ്റെ അടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല. മേരാ നമ്പർ മേരാ നമ്പർ മേരാ നമ്പർ. ഫോൺ നമ്പർ എല്ലാം വാങ്ങി ഇനി അങ്ങോട്ട് വരികയാണെങ്കിൽ പറയാനൊക്കെ പറഞ്ഞാണ് കേട്ടോ. ഞാനപ്പോൾ ഈ വില്ലേജിൽ ഇറങ്ങി. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് തണുക്കുകയും ചെയ്യുന്നു. ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് ഇനിയും 8 കിലോമീറ്റർ അപ്പുറമാണ് അവരുടെ വില്ലേജ്. ഞാൻ പറഞ്ഞ് എന്നാൽ ഓക്കെ, 8 കിലോമീറ്റർ അപ്പുറമാണെങ്കിൽ ഞാൻ പിന്നെ വരാം, നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ്. അവിടുന്ന് വീണ്ടും പോകണം. വഴിയെല്ലാം സീനാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാന്ന്. ഈ കാണുന്ന ജുംല കോട്ട് എന്ന് പറഞ്ഞ വില്ലേജ്, ഇവിടെ പോകുന്നു. കുറേ വട്ടം എൻ്റെ അടുത്ത് പറഞ്ഞേ പുള്ളിക്കാരി വീട്ടിലേക്ക് വായോ എന്ന്. പക്ഷെ ഇനി ഓൾറെഡി ഇരുട്ടായി. ഇനി അവിടുത്തെ ഇരുട്ടാവും. അവിടുന്ന് തിരിച്ചു വരണ്ടേ? വന്ന വഴിയുണ്ടോ? ഇതൊക്കെ ഈ വഴിയാണ് വന്നത്. സീൻ വഴിയാ. നമുക്കൊരു പുള്ളിക്കാരി പോകുന്നത് എന്തോ ഒരു പുല്ലൊക്കെ ഏറ്റിട്ടാണ് വരുന്നത്. അവിടെ ദൂരേന്നൊരു വണ്ടി വരുന്നത് കാണാം കേട്ടോ. അതുപോലെ വണ്ടിയിലാണ് ഞാൻ വന്നത്. എൻ്റെ അമ്മോ, ഞാൻ ചത്തോന്ന് വിചാരിച്ചു. സീരിയസ്ലി ഞാൻ വിചാരിച്ച് ഇങ്ങോട്ട് ഞാൻ എത്തൂലെന്ന്. അത്രയും സീനായിട്ടുള്ള വഴിയിലൂടെ വന്ന് ആലോചിക്കായിരുന്നു ഇറങ്ങി നടന്നാലോ. പക്ഷെ നടന്നതിന് അവിടെ എത്തൂല. അതുകൊണ്ട് ഞാൻ ഇറങ്ങാണ്ട് നിന്ന്. കണ്ടോ ആ വണ്ടിയിൽ തന്നെ വരുന്ന എത്ര ആൾക്കാരാണ് നോക്ക്. ഇവിടേക്ക് വല്ലപ്പോഴും ഇങ്ങനത്തെ ഓരോ വണ്ടി വരും. അപ്പോൾ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അയ്യോ, ഒടുക്കത്തെ തണുപ്പ് ഇവിടെ. ഞാൻ എന്താ താഴേന്ന് ഇതുവഴി ഇങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴയും ചാറി തുടങ്ങിയിട്ടുണ്ട്. നേരത്തേക്ക് മഴ ചാറിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ വീടുകളുണ്ടോ? ഭയങ്കര പഴയ ഒരു വില്ലേജും പഴയ രീതിയിലുള്ള വഴിയാണ്. ഓക്കെ. ഓ, ഭാഗ്യത്തിനോടെ പിന്നെ ഏറ്റവും ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ വന്നതാ. ഇതിൻ്റെ ഉള്ളൊക്കെ എന്താണെന്ന് തന്നെ മനസ്സിലാവണം. പശുവിൻ്റെ ഇത് കാണുന്നു. ഓ, നായ ഡോഗ്സ്. പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ സീനാക്കോ. ഇവിടുന്ന് റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ?
ഹലോ നമസ്തേ. എന്താടാ ഇവരൊന്നും മിണ്ടാത്തേ? അത് ശരി. പശു. ഓ പശു പശു അമ്മ. ഹലോ. അയ്യോ ഓ അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ ഈ വില്ലേജ്. ഒരു ചെറിയ വില്ലേജ് തന്നെയാണ്. ഓ ഇതിൻ്റെ ലുക്കൊക്കെ വില്ലേജ്. വാ ഇവിടുത്തെ വീടുകൾ നോക്ക്. ചെറിയ ചെറിയ വീടുകൾ, പഴയ രീതിയിലുള്ള വീടുകളാണ്. ആരും പോകാത്ത വഴിയിലൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന്. വാ എല്ലാ വീട്ടിലും കോഴി ഇന്നുണ്ട്. എനിക്ക് തോന്നുന്നു വീടിൻ്റെ താഴെ പശുവിനും കോഴിക്കും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതിൻ്റെ മുകളിൽ ആൾക്കാർ താമസിക്കാനും. അതാണ് കേട്ടോ അവിടെ. ഇവർക്കൊന്നും ഹിന്ദി പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോയി നോക്കാം. എന്നെ തന്നെ എല്ലാവരും നോക്കി നിൽക്കുന്നു. ഞാൻ പുറത്തുള്ള ആളായിട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ എന്നെ ഭയങ്കര അന്തം വിട്ടിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ പബ്ലിക്കായിട്ട് അലക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാവരും വന്ന് അലക്കുന്നുണ്ട്, പിന്നെ വെള്ളം പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പൈപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ വന്നിട്ടായിരിക്കും അലക്കുന്നതൊക്കെ. दीदी आपका घर किधर? घर किधर है? ठीक है और जगह उधर गांव है? गांव है मैं देखने के लिए जा रहा. ആണ്ടോ ഈ സമയത്ത് എല്ലാവരും എവിടെ പോയി തോന്നുന്നു. ഭയങ്കര സൈലൻസ്. അതിങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ വില്ലേജസ്. നോക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്. ഇവിടെ മൊത്തം ആപ്പിൾ തോട്ടാണ് കാണുന്നത്. വഴി അങ്ങോട്ടുണ്ട് വില്ലേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നേരെ പോയി നോക്കിയോട്ടെ എവിടെ എത്തുമെന്ന് അറിയില്ല. ഹലോ. ഇവിടുത്തെ ആൾക്കാരുടെ ലുക്ക് തന്നെ വേറെ കേട്ടോ. അതാ ഞാൻ നോക്കുന്നത്. അവരുടെ സ്കിൻ ടെക്സ്ചർ കളറൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇവരുടെ ഇതുണ്ടോ കല്ലിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ടുണ്ടാവും. അങ്ങനെ അവിടുത്തെ വീടുകൾ കൂടുതൽ അങ്ങനെ തന്നെ. പുതിയ പുതിയ വീടുകളും വരുന്നുണ്ട് കേട്ടോ. ഈ വഴി അങ്ങനെ കാണുന്നുണ്ട്. ഈ വഴി അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഹലോ നമസ്തേ. എല്ലാവരും ചിരിക്കുന്നു, സംസാരിക്കുന്നില്ല കേട്ടോ. അവർക്ക് പേടിയാന്ന് തോന്നുന്നു. പുറത്തുള്ള ആരും വരാത്തതുകൊണ്ട്. ഞാനിപ്പോൾ പുറത്തുനിന്ന് വന്നതുകൊണ്ട് അങ്ങനെ അവർ അത്ഭുതത്തോടു കൂടി എന്നെ നോക്കുകയാണ് കേട്ടോ. ഹലോ. ഇവിടുത്തെ പിള്ളേരൊക്കെ ഉണ്ടോ? എല്ലാം തണുപ്പ് കൂടിയിട്ടാന്ന് തോന്നുന്നു. ഇവർ സ്കിന്നൊക്കെ ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കണം. എൻ്റെ സ്കിന്നും ഇപ്പം അതേപോലെയുള്ള. പെൻകിനാണോ? ഹലോ പെൻകിൻ. പെൻകിൻ വരെ ഇരിക്കണ്. നല്ല രസമുണ്ട് അതിനെ കാണാൻ. നിറയെ പിള്ളേരുണ്ട് കേട്ടോ. പിള്ളേരെ മാത്രം എല്ലാവിടെയും കാണുന്നുണ്ട്. ഹലോ നമസ്തേ. ഹായ്. ബാക്കിലും കൊച്ചുണ്ടോ? ഓ ഒരു കൊച്ച് ബാക്കിൽ കിടന്നിറങ്ങുന്നിട്ടോ. ആ കുട്ടി തന്നെ ഒരു കുട്ടിയാണ്. തണുത്തിട്ടാണോ? ഫ്രോസൺ വൈറ്റ് ആണല്ലോ അവർക്ക് കിട്ടിയേക്കുന്നത് മുഖം. ഇവിടെ നോക്ക് നിറയെ പിള്ളേർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോരുത്തരും ഡ്രസ്സിങ് അടിപൊളി. ഓരോ ഫ്രണ്ട്സായിട്ടാണ് കേട്ടോ എല്ലാവരും പോകുന്നത്. ഓക്കെ ശരി ബായ്. ഈ കുട്ടി മാത്രം എനിക്ക് ചിരിച്ച് സംസാരിച്ച് ബായ് ബായ്. ഇത് ഇന്ന് ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ പണിയാമെന്ന് തോന്നുന്നു. എൻ്റെ ടെൻ്റ് പോലും ആരും എൻ്റെ വീട്ടിലേക്കൊന്നും ഇൻവൈറ്റ് ചെയ്യുന്നില്ല. സാധാരണ ഞാൻ പോകുമ്പോൾ തന്നെ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നെയാ. ഇന്ന് നോക്ക് ആ പുള്ളിക്കാരി അപ്പോഴേ എന്നോട് പറഞ്ഞ ജുംലക്കോട്ടിൽ വേണ്ട, അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് വാന്ന് പിടിച്ചു വെച്ച്. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. പേടി മാത്രമല്ല തണുപ്പും എല്ലാം കൂടെ. അതിൻ്റെ ഉള്ളെന്താ ഓ ഹായ്. എന്തോ പരിപാടി നടക്കുന്നുണ്ടല്ലോ. ആ പരിപാടി എന്തോ പൂജയാ സംതിങ് ലൈക്ക്. ഹായ് ഫുഡ് കിട്ടു എന്തോ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോയി നോക്കിയോട്ടെ. ഈ ഗ്രാമത്തിലെ മൊത്തം ആൾക്കാരുണ്ട്. ഇതേ അമ്പലം സെറ്റ് നിറച്ചും പിള്ളേർ. എൻ്റെ അമ്മ നോക്ക് നിറയെ പിള്ളേരും എന്തൊക്കെയോ തിന്നുന്നുണ്ട് പിള്ളേരെല്ലാം. ഹലോ നമസ്തേ. क्या हो रहा है इधर? फेस्टिवल है? क्या फेस्टिवल है? टेम्पल फेस्टिवल. ठीक है ടെമ്പിളിൽ എന്തോ ഫെസ്റ്റിവൽ നടക്കുകയാണ് കേട്ടോ. അപ്പുറത്തേക്ക് പോയി നോക്കട്ടെ. അവിടെ എന്താ മറ്റേ വെളിച്ചപ്പാട്ടിൻ്റെ പോലെയൊക്കെ ഓരോ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. വാവ് എന്തോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഫുഡ് കിട്ടും എനിക്ക്. ഇവരൊക്കെ ലുക്ക് ഉണ്ട് ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. കാണാൻ ഭയങ്കര വ്യത്യാസമുണ്ട് ഇവരെല്ലാവരും. നമുക്ക് നിറച്ചും പിള്ളേരാ. തണുക്കുകയും ചെയ്യുന്നു. ഹായ് ഹലോ ഹായ് കണ്ട ഞാൻ മാത്രമാണ് ഇവിടുന്ന് പുറത്തൊരാള്.
ഇതേ എന്തോ വലിയ ഫംഗ്ഷൻ നടക്കുന്നു. ആന്ന് പറയുന്നുണ്ടല്ലോ. നീ അതിൻ്റെ ഉള്ളൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവരെന്താണിത്? ഇത് നിറച്ചും പിള്ളേർ. ഇരിക്കാൻ പറയണോ എൻ്റെ അടുത്ത്? ഹലോ നമസ്തേ. ഓ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടാ. ഞാൻ പോയി നോക്കട്ടെ. എന്നെ തന്നെ ആൾക്കാർ നോക്കി നിൽക്കായിരുന്നു കേട്ടോ ഇത്ര നേരം. കണ്ട പിള്ളേർ എന്നെ നോക്കുന്നുണ്ടാ? അന്തം വിട്ടിട്ടാ നോക്കുന്നത് ചേച്ചിമാരൊക്കെ. നമസ്തേ. ക്യാ? ഇന്ത്യ ഇന്ത്യ കേരള കേരള സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ. ഒന്നും ഇവർക്ക് അറിയില്ല. ഇവരുടെ ഭാഷ തന്നെ വേറെ ആയിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നേപ്പാളി ഭാഷ ആയിരിക്കും ഇവർക്ക് അറിയുണ്ടാവും. ഹിന്ദി ഒന്നും ഇവർക്ക് അറിയണ്ടാവില്ല. ഇവരുടെ മുഖം തന്നെ കണ്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസ് അല്ലേ? കണ്ടോ നല്ല രസമുണ്ട്. ചിരിക്കുന്നുണ്ട് അവർ. മൂക്കുത്തിയൊക്കെ ഓ അച്ചായേ എസ് അച്ഛ. മൂക്കുത്തി അടിപൊളിയാന്ന് ഞാൻ പറയണത്. നല്ല രസമുണ്ട്. നോക്ക് ഓരോ പിള്ളേരും എണ്ണത്തിന് നോക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസ്, സാധാരണ ഉള്ള പോലെ അല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അവിടെ കണ്ടോ ഇങ്ങനെ എന്തോ ഒരു സംഭവം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഏരിയയിൽ. പിന്നെ അതാ ടെമ്പിൾ അപ്പുറം ഉണ്ട് കേട്ടോ. 1 മിനിറ്റ് ആയേക്കാ. ആ ടീക്കേ. ബാഗ് അവിടെ വെച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോവാൻ കേട്ടോ. അപ്പുറം എന്താ നോക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ടെമ്പിള്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഇതാണ്ടോ ആ കാണുന്നതാണ് വില്ലേജ് കേട്ടോ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജാണ് നോക്കിയേ. ഭയങ്കര രസമില്ലേ? വീടുകൾ മൊത്തം ഭയങ്കര ഡിഫറെൻറ്റ് ടെക്സ്ചറിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളൊരു വില്ലേജ് തേടി ഞാൻ വന്നാണ്. നിറഞ്ഞു പിള്ളേരതേ എന്ത് അഭ്യാസം കാണിക്കുന്നു നോക്ക് പിള്ളേർ. ഒരു പേടിയില്ലാണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി നോക്ക്. ഇവർക്കാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിരിക്കും ഇവരുടെ ബോഡി. അതെല്ലാം പൊട്ടിക്കും ഇപ്പോൾ. നോക്ക് അതിൽ തൂങ്ങി നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാ അങ്ങോട്ട് പോയി നോക്കട്ടെ അവിടെ എന്താന്നുള്ളത്. നിറച്ചും പിള്ളേരാണ്. എനിക്ക് എന്തെങ്കിലും മിഠായി ഉണ്ടായിരുന്നെങ്കിൽ മിഠായി എടുത്ത് കൊടുക്കാറ്. പക്ഷെ മിഠായി പോലും ഇല്ലാണ്ടാ ഞാൻ വന്നിട്ടുള്ളത്. എനിക്കേ ഫുഡൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇവിടെ ഉണ്ട് ഈ റെഡ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഇടുന്ന എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. എന്താണെന്നതിന് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും ചോദിക്കാൻ ഹിന്ദിയെങ്കിലും ആർക്കെങ്കിലും അറിയേണ്ടതേ. മണി അടിക്കാൻ പറ്റും കണ്ടോ. മണിയിലാണ് അത് തൂക്കിയിട്ടേക്കുന്നത്. വല്ല കൂടോത്രമാണോ എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ കുട്ടികളില്ലാണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെ തക്കുന്നതാണ് മനസ്സിലാവുള്ളതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ കണ്ടോ ഇവിടുത്തെ പരിപാടി മാറ്റിയിട്ട് ഇപ്പം അപ്പുറത്താണ് പരിപാടി. നോക്ക് എന്തോരം പിള്ളേരാ. നല്ല വ്യൂ ആണ് ഇവിടുന്ന് മൊത്തം. ഇപ്പം ഇവിടെ സ്നോ മൗണ്ടെയിനാണ് ഈ കാണുന്നത് മൊത്തം. ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ടാണ് ഒരു ഇതില്ലാത്ത കേട്ടോ. ഇവിടെ തണുപ്പ് നിന്നിട്ട് നല്ല തണുപ്പുണ്ട്. ഓരോരുത്തർ എവിടെയാ വീട് വെച്ചിട്ടുണ്ടെന്നറിയോ? എൻ്റെ അമ്മോ ദേ അതിൻ്റെ മുകളിൽ കണ്ടോ. അതിൻ്റെ മുകളിലാണ് വീട് വെച്ചേക്കുന്നത്. എത്ര ദൂരെ പോയിട്ട് ആ മലേൻ്റെ ഏറ്റവും മുകളിൽ അവർ ട്രക്ക് ചെയ്തിട്ട് അവിടെ വീട് വെച്ചാൽ അതിൻ്റെ മിഡ്വേയിലും ദേ വീട് വെച്ചേക്കുന്നത് കണ്ടാ. നോക്ക് പക്ഷെ എന്ത് രസമാണ്. അവരൊക്കെ വീട് സ്വർഗത്തിലാണ് കേട്ടോ. അടിപൊളി. ഇവരുടെ ഹെൽത്തും അങ്ങനെ തന്നെയാണ്. ഞാനിങ്ങനെ ഒരു 5 മിനിറ്റ് നടക്കുമ്പോഴല്ലേ ഇങ്ങനെ പട്ടി കതിക്കുന്ന പോലെ ഞാൻ കതിക്കാം. ഇവരെല്ലാം ചാടി ഓടി ബാഗായിട്ട് വന്നാൽ പോലും ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. എൻ്റെ ഹെൽത്തെല്ലാം ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നി ഇവരുടെ കൂടെ നടക്കുമ്പോൾ. സത്യമായിട്ടും ഇവരുടെ ഫേസ് ഉണ്ടോ? ഓരോരുത്തരുടെ ഫേസും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ബാഗെല്ലാം അവിടെ വെച്ചിട്ട് പോന്നിട്ട് വെറുതെ എന്താ ഉണ്ടാ. ഞാനിത് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നു കേട്ടോ. അവിടെ നോക്കി ഞാനിവിടെ ഇരിക്കുമ്പോൾ ഫുൾ ആൾക്കാർ എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഇവരുടെ പൂജ കഴിയുമ്പോൾ ഇവരൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ ആരെയൊക്കെ വീട്ടിലേക്ക് പോകാന്ന് ഓർത്തിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇവരുടെ പൂജ എപ്പോൾ കഴിയുമെന്ന് അറിയില്ല. ആ വണ്ടിയിൽ കയറിയപ്പോൾ ആ വണ്ടിയിൽ ആൾ എന്നോട് പറഞ്ഞായിരുന്നു പൂജ നടക്കുന്ന സീസണാണെന്നോ. അവരുടെ പൂജേൻ്റെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പം അതുപോലത്തെ എന്തെങ്കിലും സംഭവമായിരിക്കും ഇവിടെ നടക്കുന്നത്. നോക്ക് ഓരോ കുഞ്ഞു കൊച്ചായി. കുഞ്ഞു കൊച്ചിൻ്റെ മൂക്ക് നോക്കിയേ. മൂക്കെല്ലാം നോക്കി നോക്ക്. ചുറ്റും ആൾക്കാർ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അവരെന്തൊക്കെയോ ഭാഷയിൽ എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഹിന്ദി ഹിന്ദി ഇതേത് ഭാഷ? हिंदी भाषा हामी जान्दै जान्दैनौँ. हेर नानी के भन्ने നേപ്പാളി. നേപ്പാളി അങ്ങനെ എന്തോ പറയൂലേ? के चौर्याला भन्ने हाम्रो भाषा. എന്തൊക്കെയോ ഇവര് പറയുന്നു. ഇവരെന്നെ ചീത്ത വിളിച്ച പോലെ എനിക്ക് മനസ്സിലാവൂല കേട്ടോ. कति छौ भन्दा हामी हाम्रो भाषा के चौर्याला कहाँ जान्दैछौ र भाइया भन्दा हामी. ആ അതാണ് എല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല. അവരെന്തൊക്കെയോ പറയുന്നു.
भाषा नेपाली भाषा बुझ्नुहुन्छ नेपाली भाषा नो नहीं नयाँ आएको नहीं तुग्नु भाषा नयाँ आएको के हो हाम्रो എന്നോടില്ലേ അവിടെ ആ പിള്ളേര് പറഞ്ഞായിരുന്നു ഇവിടെ ആർക്കും ഇംഗ്ലീഷും ഹിന്ദി ഒന്നും അറിയൂല, നേപ്പാളി ഭാഷ മാത്രമേ അറിയുള്ളൂ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചെങ്കിലും അറിയണം, പക്ഷെ ഇവിടെ ആർക്കും അറിയില്ല കേട്ടോ. അതാണ് ചുറ്റും എല്ലാവരും എന്നെ ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുന്നത്. नेपाली भाषा बुझ्छौ क्या नेपाली भाषा बुझ्छौ नहीं नै बुझ्छ नहीं हिंदी हिन्दी मात्रै हो हिंदी हिंदी हाम्रो नाम के हो त അരുണിമ അരുണിമ ഈ നേപ്പാളി ഭാഷ ഹിന്ദിയായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് എന്തൊക്കെയോ ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ അരുണിമ അരുണിമ ഈ ഗ്രാമത്തിൽ അരുണിമ ആയിരിക്കും ഇനി ഫേമസ്. ഇത് നോക്കി എല്ലാരും അത് നോക്കുന്നത്, ചുറ്റും ആൾക്കാരാ. എന്നെ കാണാൻ വേണ്ടി ഇത്രയും ആൾക്കാർ ചുറ്റും കൂടി ഇരിക്കുന്നേട്ടാ. ഞാനിവിടെ തന്നെ ഇരിക്കുന്നത്. ഇവർക്കൊന്നും വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ, ഞാനത് ആലോചിക്കുന്നത്. സാധാരണ ഇങ്ങനെയുള്ള ഉൾഗ്രാമത്തിൽ പോകുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കുക, പക്ഷെ ഇവർക്കൊരു കുഴപ്പമില്ല, ഇവർ ഭയങ്കര ഹാപ്പിയാ. വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. എന്തോരം പിള്ളേരെ നോക്കി, ഇവരെന്തൊക്കെയോ എന്നെ പറ്റി പറയുന്നുണ്ട്, എന്താന്ന് മനസ്സിലാവുന്നില്ല. അതാ हिन्दी भाषा बोल्न नगरे नानी ഹിന്ദി നഹി हिन्दी ഹിന്ദി ഹേ ഹിന്ദി ഹേ ഹിന്ദി ഹേ ഹിന്ദി നഹി നേപ്പാളി നഹി എന്ന് പറഞ്ഞതാ. ഹേ ഹേ यो गोडा भाषा कोई आदमी को पता है हिंदी पता है समझ आता है कोई आदमी को नहीं. ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവുണ്ടെന്നല്ലേ. ഞാൻ എന്തൊക്കെയോ പറയുന്നു, ഒരു ഐഡിയ ഇല്ല. നോക്ക് എന്തോരം ആൾക്കാരാ ചുറ്റും, എനിക്ക് ചുറ്റും ആൾക്കാർ കണ്ട 360 ആംഗിളിൽ മൊത്തം ആൾക്കാർ കൂടിയിട്ടുള്ളത്. ഇവിടെ നോക്ക് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ആ നൂലുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നൂല് അവരത് എങ്ങനെയോ ഉണ്ടാക്കുന്നത് കണ്ടാ, ആ സാധനത്തിലിട്ട് കറക്കും. നോക്ക് അങ്ങനാണ് അവര് നൂലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടാ. അതിങ്ങനെ വലിക്കും, എന്നിട്ട് ഇങ്ങനെ അതിനിങ്ങനെ കട്ടിയുള്ള ഇതാക്കി മാറ്റി തോന്നുന്നു. ओ क्या प्रोग्राम इधर क्या हो रहा है? ആ അങ്ങനെ എന്തോ പറഞ്ഞത്, അതെന്താന്ന് എനിക്കറിയില്ല. എന്തോ ഫെസ്റ്റിവൽ ആണെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഒരു നൂലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഫിനിഷ് എന്തോ പറയും, പണ്ടാരം. എനിക്കിപ്പോ ഹിന്ദി അറിയുന്നില്ല, ഇവർക്കും ഹിന്ദി അറിയില്ല. വല്ലാത്ത കഷ്ടം. ഇവിടെ എന്തോ ഒരു വലിയ പുള്ളി വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വലിയ പുള്ളി എന്തോ ചോറും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ചോറും പ്ലേറ്റിൽ തരുന്ന എനിക്കിട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തോ ചോറും വടയോ, ചോറും വടയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഇവർക്കൊക്കെ തന്നു. ആ ഞാൻ ഇതൊക്കെയാണ് ഫുഡ്. വേറെ എന്തൊക്കെയോ ഫുഡ് അവർ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ എന്തോ സാമി എന്ന് പറഞ്ഞിട്ട് ഇവർ തുള്ളുന്ന കേട്ടോ കാണുന്നത്. കണ്ടോ നോക്കിയേ. ഓ എന്തൊക്കെ ആചാരങ്ങളാല്ലേ. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നാളെ കുറേ സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നാണ് കേട്ടോ പറയുന്നത്. എന്നുവെച്ചാൽ പുറത്തത്തെ കുറേ ആളുകൾ വരുന്നു. അപ്പോൾ നാളെ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിക്കുവാണ്, ഇൻവൈറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടുന്ന് എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. അപ്പം എന്ത് പറഞ്ഞ് വീട്ടിലാണോ താമസിക്കുന്നത് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു. ആരുടെ വീട്ടിലെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന്. ആ ചോറും ആ അപ്പം പോലത്തെ ഒരു സാധനമുണ്ട്, അതാണ് ഇവരെല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ. ഓ എന്തൊരു തണുപ്പാ. ഇവിടെ വിൽക്കുന്നുണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടോ, പൊരി പോലത്തെ എന്തോ സാധനം. ഫുഡ് ഉണ്ടാക്കിയിട്ട് ഈ ഫുഡാന്ന് തോന്നുന്നു എല്ലാവരും ഇവിടെ കഴിക്കുന്നു. വില്ലേജിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. ഓക്കെ അവര് ഇങ്ങോട്ട് വരുന്നോ അങ്ങോട്ട് വരുന്നോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കാണ് കേട്ടോ, ഏത് വീട്ടിലേക്കാ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞ ഏത് വീട്ടിലേക്കായാലും കുഴപ്പമില്ലാന്ന്. എന്നാ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ അവർ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇപ്പം റെഡിയായി. സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ടായി, പക്ഷെ അവിടെ എത്തി കുറേ നേരം ഇരുന്ന് സംസാരിച്ചപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇവർ കൂടെ പോകുന്നു കേട്ടോ. അപ്പോൾ ആരെ വീട്ടിക്കാന്നറിയില്ല, ഇവർ വരാൻ പറഞ്ഞു ഞാൻ അവരുടെ കൂടെ പോണ്. ഇവിടെ നോക്ക് പോകുന്ന വഴി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കയറി പോകുന്നത്. ഓ റിസ്കി വഴികളൊക്കെയാണ്, ഇവർക്ക് പറ്റിയ സിമ്പിൾ വഴിയാണ് ഇതെല്ലാം. ഞാൻ നോക്കിയാ പോകുന്നത്. അവർ ചിരിക്കുന്നു, ഞാൻ നോക്കി വരുന്ന കണ്ടിട്ടാ. വേണ്ട ഇങ്ങനെ മുകളിലാണ് വീട്. നോക്ക് ഇതൊക്കെയാണ് അവരുടെ വീട്. ഓ മഡ് ഹൗസാണ് കേട്ടോ. മഡും മരവും വുഡും മഡും. ഓ ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂടായതാണെന്ന്.
ഇവിടെ വന്നപ്പോ അവര് എനിക്ക് ഇരിക്കാൻ വേണ്ടി ഇതേ ഒരു മറ്റേ ഒരു ചെയറും തന്നിട്ടുണ്ട്. എന്റെ ബാഗ് വെക്കാൻ വേണ്ടി ഒരു സാധനം തന്നിട്ടുണ്ട്. മഡ് വെച്ചിട്ടാണ് ഈ വീടുണ്ടാക്കിയത്. ഇതൊക്കെ കോഴി ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ നല്ല ചൂടുണ്ട്. ഇതിങ്ങനെ കത്തിക്കാൻ പോവാണ് കേട്ടോ അവര്. എപ്പോഴാ നല്ല വിറകൊക്കെ വെച്ച് കത്തിക്കുമ്പോ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ചൂടാവും. അതുകൊണ്ട് അവരുടെ ഷെൽഫാണിത്. കുക്ക് ചെയ്യാനുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടോ കാണുന്നത്. ഇവിടെ ഓ ജാസക്താ ആ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ ഞാൻ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതാ അവരുടെ ബെഡൊക്കെയാണിത് കണ്ടോ. ഇങ്ങനെയാണ് അവരുടെ ബെഡെല്ലാം ഇരിക്കുന്നത്. നമുക്ക് എന്തോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂമാണെന്ന് തോന്നുന്നു. പഴയ സാധനങ്ങളൊക്കെയാണ് കാണുന്നത് കണ്ടോ. ഞാൻ ഫ്ലാഷ് അടിച്ചിട്ട് എടുക്കുന്നത്. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വലിയ അണ്ടാവ് പോലത്തെ സാധനങ്ങളുണ്ട്. ഇവിടെയൊക്കെയാണ് അവർ കിടക്കുന്നത്. അവർ കുറേ ആൾക്കാർ ഒരുമിച്ചൊക്കെയാണ് കിടക്കുന്നത് തോന്നുന്നു. ബുക്കുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഡ്രസ്സ് ഇത്രയും സ്ഥലങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ. ഇതൊക്കെയാണ് ഒരു പെട്ടെന്ന് നമുക്ക് ഇരുട്ടത്ത് കാണുമ്പോൾ പേടിയാവും. ഉള്ളിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നല്ല. ക്യാ ഹിന്ദി ആത്താ ഹൈ നേപ്പാളി നെയ് ആത്താ ഹൈ തീ കത്തിക്കുന്നവര്. ഇവിടെ ഞാൻ ഇരുന്നിട്ട് ഇവരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിലൊരാൾക്ക് ഹായ് ആപ്കാ നാം ക്യാ ഹൈ? मेरा नाम मुस्तफाद बसन है। अच्छा है। आप हिंदी बोलते हैं ना? थोड़ा थोड़ा भी आता है हमको हिंदी। आपको कैसा हिंदी आता है? हमको नॉर्मल हिंदी आता है। बट इधर कोई आदमी को नहीं आता है क्यों? क्योंकि यहाँ का हिंदी में अब इंटरनेट एकदम कम है। हाँ जैसे यहाँ साउथ मूवी नहीं चलता है, लेकिन हम सिटी में बस कर आए ना, हाँ ठीक तो अभी है। हम मूवी हेरते हैं। हाँ इधर अभी इंटरनेट ऐसा है. तू फॉलो करता है ना, इसलिए हमले हिंदी लैंग्वेज सीख रहे हैं। അവര് ഓൺലൈനിലെല്ലാം കണ്ടിട്ടാണ് ഇവരിപ്പൊ പഠിച്ചെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ദീദി ഉണ്ടല്ലോ ഇവിടെ ഉരുളൻകിഴങ്ങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രിക്കുള്ളത്. രാത് മേ ഖാന ബനായനാ? अच्छा रात को खाने के लिए आप रोटी बनाएगा और रोटी इधर रोटी रोटी इसमें रोटी बनाएगा. रोटी बनेगा क्यों? റൊട്ടി ആലു ബനായിക. റൊട്ടിയും ആലു ആണ് അപ്പൊ ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം കേട്ടോ. അപ്പൊ അത് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതിലുണ്ടാക്കും. ഓ ഇവിടെ നിന്നിട്ട് നല്ല സുഖമുണ്ട്. ഇതർ बहुत ठंडा लगता है. अभी अच्छा है इसमें. स्नोफॉल होता है ना, मैं भी पुष माघ में यहाँ स्नोफॉल होता है। 2 मंथ स्नोफॉल होता है। ओ 2 months स्नोफॉल है इधर. ओ इसके लिए में नहीं होता है, 2 मंथ होता है। क्या करेगा उसी टाइम इधर आदमी? उसी टाइम आदमी दाउरा मॉल करेगा, दाउरा चिरेगा। क्या मॉल दिस इज के भन्छ मललाई के भन्छ त आलु उत्पादन करने के लिए हालता है ना, इसके लिए प्रोटीन उत्पादन करने के लिए ഓ ഇവര് പറയുന്നത് എനിക്ക് എന്തോ മനസ്സിലാവുന്നില്ല കേട്ടോ. എന്റെ ഹിന്ദി തന്നെ മോശമാണ്. मेरे के लिए भी बहुत हिंदी नहीं आता है, थोड़ा थोड़ा आता है. नहीं आता है रे, नहीं आता है. समझ में नहीं आ रहा है। हाँ समझ रहे. चलो इंडिया में कौन से रास्ता में? हैदराबाद है ना? हैदराबाद बस कति में? 1 साल. हैदराबाद बस हिंदी आता है थोड़ा थोड़ा आता. हाँ. उधर तेलुगु बोलता है ना? ज्यादा तेलुगु है. हाँ आपका तेलुगु आता है? थोड़ा थोड़ा आता. हाँ एलवन्नारो तिन्नावा. मेरे के लिए भी थोड़ा थोड़ा आता है. खाना पीना वो हाम्रो भाषामा. हाँ मेरा केरला है ना, केरला दूर है, ഹൈദരാബാദ് से भी दूर है. അവരെല്ലാരും കുടുംബക്കാരാണ്. അപ്പൊ എന്നെ കാണാനൊക്കെ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ സ്ഥലമൊന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. मैं गूगल मैप में देखा कोई मिला, क्यों ऐसा नहीं आ रहा है गूगल मैप में? हमें नहीं सैटेलाइट का कह रहे नोट करेगा और सैटेलाइट. അതാണ് സാറ്റലൈറ്റ് മാപ്പ് ഇട്ട് നോക്കിയാലേ കാണുള്ളൂ. ഞാൻ അങ്ങനത്തെ സ്ഥലത്താണല്ലോ എത്തിപ്പെട്ടിട്ടുള്ളത്. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലത്താണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അത്രയും ഉള്ളിലേക്കായിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് കണ്ടാ അവിടെ പരത്തിക്കൊണ്ടിരിക്കണത്. ഇവിടെ നേരത്തെ കല്യാണമൊക്കെ കഴിക്കുമെന്ന് പറയാം കേട്ടോ. ഇവിടെ 16 വയസ്സിലാണ് അവർ കല്യാണം കഴിക്കുന്നത്. ഗ്രാമങ്ങളിൽ വരുമ്പോൾ അത് 14-15 ഒക്കെ ആവും എന്നാ പറയുന്നത്.
അവരിങ്ങനെ റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്നൊക്കെ നോക്കിയിരുന്നിട്ട് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ അറിയില്ല, പെട്ടെന്ന് ചൂടടിച്ചപ്പോൾ എനിക്ക് തലവേദന എടുക്കും. എത്ര നേരം തണുപ്പാണ് ഉണ്ടായിരുന്നത്. തണുപ്പ് ഇവിടെ ഉള്ളിൽ, പുറത്തല്ല തണുപ്പാണ്, ഉള്ളിലായതുകൊണ്ട് മാത്രം ഇതായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ സംസാരിച്ചിരിക്കാൻ പോവാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. നെക്സ്റ്റ് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഇനിയെല്ലാം ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡീപ്പായിട്ടുള്ള വില്ലേജസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നേപ്പാളിലെ വില്ലേജസ് ഒക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത എപ്പിസോഡ്സ് ഒക്കെ കണ്ടാൽ മതി. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.